റിപ്പോർട്ടർ ബ്രേക്കിംഗ്. UDF അധികാരത്തിലെത്തിയതിന് പിന്നാലെ വിഴിഞ്ഞം തുറമുഖ MD സ്ഥാനത്ത് നിന്ന് ദിവ്യ എസ് അയ്യരെ മാറ്റിയതിലും ദുരൂഹത. ചട്ടങ്ങൾ ലംഘിച്ചതിന് അദാനി കമ്പനിക്ക് നിരവധി തവണയാണ് ദിവ്യ എസ് അയ്യർ നോട്ടീസ് നൽകിയത്. 10-ലധികം തവണ വീഴ്ചകൾ ചൂണ്ടിക്കാണിച്ചതായാണ് വിവരം. ഇതിൽ അദാനി കമ്പനി അസ്വസ്ഥരായിരുന്നുവെന്നാണ് സൂചന. TV പ്രസാദ് ഉണ്ട്. TV പ്രസാദ്, വെരി ഗുഡ് മോർണിംഗ് വൺസ് അഗൈൻ. അപ്പോ ദിവ്യ എസ് അയ്യരെ മാറ്റിയത് വെറുതെയല്ല എന്നുള്ള വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഈ അദാനി കമ്പനിയുടെ പ്രതിനിധിക്ക് അലോസരമുണ്ടാക്കുന്ന തരത്തിൽ കൃത്യമായി ചട്ടങ്ങൾ ലംഘിക്കുന്ന ഘട്ടങ്ങളിലെല്ലാം നോട്ടീസ് നൽകിയിരുന്നു എന്നുള്ള വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അത് പലതവണയും പിഴയടക്കമുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടുള്ള പരാതികൾ നൽകിയിരുന്നു. അതിന് വിശദീകരണമൊക്കെ നൽകാൻ കമ്പനിക്ക് ബാധ്യതയുണ്ടായിരുന്നു. ഒടുവിൽ വിശദീകരണങ്ങളൊക്കെ നൽകി എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ തങ്ങൾക്ക് അലോസരമുണ്ടാക്കുന്ന ദിവ്യ അവിടെ പോർട്ടിന്റെ MD ആയിട്ടിരിക്കുന്നതിനോട് അദാനി ഗ്രൂപ്പിന് താല്പര്യമില്ലായിരുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ, അല്ലേ TV പ്രസാദ്? അരുൺ, അങ്ങനെ തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. കാരണം ദിവ്യ എസ് അയ്യർ അവിടെ ഉണ്ടെങ്കിൽ ഈ പറയുന്ന, അതായത് ഇപ്പോൾ വിവാദമായ ഒരു വിഷയം, ആ വിഷയം ഒരുപക്ഷെ മറ്റു തലത്തിലേക്ക് പോകുമായിരുന്നു എന്ന് അദാനി കമ്പനി കരുതി കാണണം. നമ്മൾ പരിശോധിക്കുമ്പോൾ മനസ്സിലാകുന്നത്, അരുൺ, നിരവധി തവണ അദാനി കമ്പനിക്ക് ദിവ്യ എസ് അയ്യർ ഉള്ള സമയത്ത് നോട്ടീസ് നൽകിയിരുന്നു വിവിധങ്ങളായ നിയമലംഘനങ്ങൾക്ക്. അതായത് ഷിപ്പിൽ പോർട്ടിൽ കപ്പൽ അടുക്കുന്നതടക്കമുള്ള ഒരുപാട് വിഷയങ്ങളിൽ നേരത്തെ ചട്ടലംഘനം ഉണ്ടായപ്പോഴെല്ലാം പല തവണകളായി നോട്ടീസ് നൽകിയിരുന്നു. അത്തരം നോട്ടീസ് കൊടുക്കുന്നത് അദാനി കമ്പനിക്ക് ഒരു എതിർപ്പുള്ളതായി, ദിവ്യ എസ് അയ്യറോട് എതിർപ്പുള്ളതായി നേരത്തെ തന്നെ വിവരങ്ങളും ഉണ്ടായിരുന്നു. അതിന് പിന്നാലെ VD സതീശൻ സർക്കാർ അധികാരം ഏറ്റെടുത്തതിന് പിന്നാലെ അവിടെ ദിവ്യ എസ് അയ്യർ ഇരിക്കുന്നത് സുഗമമാവില്ല എന്നുള്ളത് കൊണ്ടായിരിക്കണം ഒരുപക്ഷെ ആ VD സതീശൻ്റെ നേതൃത്വത്തിൽ, അതല്ലെങ്കിൽ രത്തൻ ഗിൽക്കറുടെ നേതൃത്വത്തിലുള്ള സംഘം അങ്ങനെ ഒരു തീരുമാനം എടുത്തിട്ടുണ്ടാവുക. എന്തായാലും അതീവ രഹസ്യമായി തന്നെ അദാനിക്ക് അവിടെ നീക്കങ്ങൾ നടത്താൻ ഇതിലൂടെ കഴിഞ്ഞു എന്നുള്ളതാണ് ശ്രദ്ധേയമായ ഒരു കാര്യം. ഒരുപക്ഷെ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തുടർച്ചയായി നോട്ടീസ് കൊടുക്കുന്ന ഒരു ഉദ്യോഗസ്ഥ അവിടെ ഉണ്ടെങ്കിൽ ഈ പറയുന്ന ഓഹരി കൈമാറ്റം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അത് പുറത്തേക്ക് വരാനുള്ള സാധ്യത, അതല്ലെങ്കിൽ അത് സുഗമമായി നടക്കാതിരിക്കാനുള്ള സാധ്യതയെല്ലാം ഉള്ളത് കൊണ്ടാണോ ആ സ്ഥലം മാറ്റം എന്നുള്ളതാണ്, അങ്ങനെയുള്ളൊരു സംശയമാണ് ഇപ്പോൾ ഉയരുന്നത്. അരുൺ, TV പ്രസാദാണ് വിവരങ്ങൾ നൽകിയത്. അങ്ങനെയാണെങ്കിൽ ചുമ്മാതെയല്ല ദിവ്യ എസ് അയ്യരെ അവിടെ നിന്ന് മാറ്റിയത്. മാത്രമല്ല, ഈ പ്രൊജക്ട് കമ്മീഷൻ ചെയ്യുന്ന ഘട്ടത്തിലെല്ലാം സുത്യർഹമായ രീതിയിൽ സേവനമനുഷ്ഠിച്ചതാണ് ദിവ്യ എസ് അയ്യര്. പക്ഷേ വളരെ പെട്ടെന്ന് പുതിയ സർക്കാർ വരുന്നു, ദിവ്യ എസ് അയ്യരെ ആ സ്ഥാനത്ത് നിന്ന് മാറ്റുന്നു. അതിന് പിന്നിൽ ദുരൂഹതകളുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം. അദാനിക്ക് താല്പര്യമില്ലാത്തൊരു ആ സ്ഥാനത്ത് വിൽക്കില്ല, അത് സ്വാഭാവികമാണ്.